ചേർന്നിരിക്കുന്ന എല്ലാ കടൽ സ്നേഹികൾക്കും നമസ്കാരം. കടലിനെ അത്രമാത്രം അഗാധമായി സ്നേഹിക്കുന്നവരാണ് ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലൊരു പക്ഷേ ഏറ്റവും അധികം സ്നേഹം ആർക്കാണെന്ന് ചോദിച്ചാൽ നാണുവിന് തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസവും ഓരോ നിമിഷവും യഥാർത്ഥത്തിൽ മാരിടൈം സെക്ടറിനെ കുറിച്ച് മാത്രം ആണോ അദ്ദേഹം ചിന്തിക്കുന്നത് എന്ന് ഞാൻ വിസ്മയിച്ചു പോയിട്ടുണ്ട്. ഇതിനു മുൻപ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളപ്പോഴും ഇപ്പോഴും അത് കൂടാതെ എൻ്റെ ഗുരുനാഥനായ ടി പി ശ്രീനിവാസൻ സാറ് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടി ഒത്തുചേർത്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇന്നിവിടെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്നിലൂടെ ഇവിടെ ഉണ്ടാകണം എന്ന് അദ്ദേഹവും ആശിച്ചു. അതുകൊണ്ട് കൂടിയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു വീഡിയോ പ്രസൻറ്റേഷൻ കണ്ടായിരുന്നു. അപ്പം അതിൽ ഒരുവിധം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പറയേണ്ട കാര്യങ്ങളെല്ലാം ഒത്തൊരുമിച്ച് ആണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം വാസ്കോഡ ഗാമ മുതൽ വൃദ്ധസദനം വരെയുള്ള സർവ്വകാര്യങ്ങളും അതിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ആദ്യത്തെ കപ്പൽ തീരമണഞ്ഞപ്പോൾ ഞങ്ങൾ പരസ്പരം പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാപ്പാടിൽ മറ്റൊരു കപ്പൽ തീരമണഞ്ഞപ്പോഴാണ് ഭാരതത്തിൻ്റെ തന്നെ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെട്ടത്. ഇന്ന് മറ്റൊരു കപ്പൽ വിഴിഞ്ഞത്തിൽ തീരമണയുകയാണ്. പക്ഷേ ഇക്കുറി ചരിത്രം നമ്മൾ നേട്ടത്തിൻ്റെ ചരിത്രമായി തിരുത്തിക്കുറിക്കാൻ പോവുകയാണ് എന്നത്. ജസ്റ്റിസ് നാഗരേഷ് അവர்களுം വളരെ അഗാധമായ ചിന്തകൾ വളരെ ലളിതമായി നമുക്ക് പങ്കുവച്ചപ്പോൾ അതിലും അദ്ദേഹം സൂചിപ്പിച്ചത് 1700-ലെ ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് നമുക്ക് തത്തുല്യമായ ഒരു സമ്പദ് വ്യവസ്ഥ തിരിച്ചു പിടിക്കുവാൻ ഇന്ന് അവസരങ്ങൾ ഒരുക്കുന്നതാണ് നമ്മുടെ മാരിടൈം സെക്ടർ എന്ന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുപക്ഷെ കൗതുകത്തോടു കൂടി പറഞ്ഞ ഒരു വാചകമാണ് എന്നുണ്ടെങ്കിലും ഇന്നത് സാർത്ഥകമാകുന്നു എന്നുള്ളത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുവാനായി ഒരുപാട് നല്ല വ്യക്തികൾ നമ്മോടൊപ്പമുണ്ട് എന്നറിയുന്നതിൽ അതിലേറെ ആനന്ദവുമുണ്ട്. എന്നാൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിൽ പങ്ക് വഹിച്ചിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും, ചിലർ പ്രത്യക്ഷമായിട്ടാണ്, ചിലർ പരോക്ഷമായിട്ടാണ്, പക്ഷേ ഏത് വിധത്തിലും സഹകരിച്ചിട്ടുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. എന്നോട് ഇവിടെ വരണം എന്ന് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചത് സ്ത്രീകളും മാരിടൈം സെക്ടറും എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് പ്രത്യേകമായി ഒന്ന് പരാമർശിക്കണം എന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഏറ്റവും അധികം മാരിടൈം സെക്ടറിൽ വനിതകളെക്കുറിച്ച് നമ്മൾ പറയുന്നു എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരിടം വിഴിഞ്ഞം തുറമുഖം തന്നെയായിരിക്കുമെന്ന് ഞാൻ പറയും. ഒന്ന്, ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ വന്ന് പോയപ്പോൾ തുറമുഖത്തിൻ്റെ പ്രവർത്തനം നിരീക്ഷിച്ചു പോയപ്പോൾ ഇരുവരെയും ഒരുപോലെ തന്നെ ആകർഷിച്ച, വിസ്മയിപ്പിച്ച ഒരു വസ്തുത എന്നുള്ളത് ഭാരതത്തിൽ തന്നെ ആദ്യമായി വനിതകൾ ഈ പടുകൂറ്റൻ ക്രെയിനുകളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം തുറമുഖത്തിലാണ് എന്നുള്ള ഒരു വസ്തുതയാണ്. അതിന് എത്രമാത്രമാണ് സാങ്കേതിക വിദ്യയുടെ പുരോഗതി നമ്മെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളതും നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. മറ്റേതൊരു തുറമുഖത്തിൽ ഇന്ത്യയിൽ നമ്മളിന്ന് ചെന്നാലും നമ്മുടെ കുട്ടികളുടെയൊക്കെ കളിപ്പാട്ടത്തിൽ നമ്മൾ കാണുന്നത് പോലെ ക്രെയിനിൻ്റെ ഏറ്റവും ഉയരത്തിൽ ഒരു ഓപ്പറേറ്റർ ക്യാബിൻ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ തുറമുഖത്തിലെ ക്രെയിനുകൾ നോക്കിയാൽ അങ്ങനെ ഒരു ഓപ്പറേറ്റർ ക്യാബിൻ പോലും അവിടെ ഇല്ല. കാരണം ആ ഉയരത്തിൽ ഒരു മനുഷ്യൻ കയറിയിരുന്ന് കുനിഞ്ഞിരുന്ന് അത് പ്രവർത്തനക്ഷമമാക്കേണ്ടുന്ന ആവശ്യകത നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മൾ ഇല്ലാതെ ആക്കിയിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അത് കാണാൻ വരുന്ന ഓരോ വ്യക്തിയും നമ്മുടെ വിഴിഞ്ഞത്തുള്ള കുട്ടികളെയാണ്, വിഴിഞ്ഞം പ്രദേശത്തിലുള്ള 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ് ഞങ്ങൾ ആദ്യമായി ഈ സാങ്കേതിക വിദ്യയൊക്കെ കാണിക്കുവാനും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവസരങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ വിഴിഞ്ഞം തുറമുഖം നമ്മൾ പ്രവർത്തനക്ഷമമാക്കിയപ്പോൾ ആദ്യം കൊണ്ടുപോയത് കുട്ടികളെയായിരുന്നു. അപ്പോൾ അവർ ഓരോരുത്തരും പറഞ്ഞത് ഇതൊരു വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെയാണല്ലോ എന്നാണ്. കാരണം ചെറിയ ജോയ്സ്റ്റിക്സ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ട് ഇത്രയും പടുകൂറ്റൻ ക്രെയിനുകൾ 60, 70, 80 മീറ്റർ ഉയരത്തിലുള്ള ക്രെയിനുകൾ ഈ വലിയ കണ്ടെയ്നറുകൾ 20 അടി 40 അടിയുള്ള കണ്ടെയ്നറുകൾ ഓരോന്നും പൊക്കിയെടുത്ത് നിക്ഷേപിക്കേണ്ടിടത്ത് നിക്ഷേപിക്കുന്നു. അതും ഒരു ഓട്ടോമേറ്റഡ് അൽഗോരിതം വഴി ചെയ്യുന്നു. എല്ലാം നിയന്ത്രിക്കുവാനായി 4 ചുമരുകൾക്കുള്ളിൽ വീഡിയോ വാളുകളും സ്ക്രീനുകളും ഒക്കെയുള്ള AC മുറിക്കാത്തിരുന്ന് നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു സ്ഥിതിയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ എത്രമാത്രമാണ് സാങ്കേതിക വിദ്യയിൽ പുരോഗമിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. അത് ഇന്ത്യ എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം നമ്മൾ ഈ സോഫ്റ്റ്വെയറും ഈ അൽഗോരിതവും എല്ലാം തന്നെ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ഭാരതത്തിൽ തന്നെ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. മറ്റൊരു രാജ്യത്തും ഉപയോഗിക്കുന്നതല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ അതിൻ്റെ സെക്യൂരിറ്റി ആംഗിളും അഡ്രസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ അത് വികസിപ്പിച്ചെടുത്തിട്ടുമുള്ളത്. അപ്പം അത്തരത്തിൽ എങ്ങനെയാണ് സാങ്കേതിക വിദ്യ എന്നുള്ളത് ലിംഗഭേദം തുടച്ചു മാറ്റുവാനായി സമൂഹത്തിൽ ഒരു വലിയ ശക്തിയായി ഒരു വലിയ മാർഗമായി നിലകൊള്ളുന്നത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. അപ്പോൾ അതിന് ഒരു ജ്വലിക്കുന്ന ഉദാഹരണമാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം എന്നുള്ളത്. മാരിടൈം സെക്ടറിലെ എല്ലാ പ്രതിഭകൾക്കും മുന്നിൽ ഒരു സമർപ്പണം എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ നൽകുകയാണ്. കാരണം ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ നമുക്ക് സാമൂഹികമായും സാംസ്കാരികമായും ഒക്കെ ഉള്ള മുന്നേറ്റങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ലിംഗഭേദം എന്നുള്ളത് തുടർന്നും ഒരു ആശങ്കയായി നിലകൊള്ളുവാൻ പാടില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഇനി സാങ്കേതിക വിദ്യ മാത്രമല്ലാതെ കുറേ വർഷങ്ങൾക്ക് പിന്നോട്ട് പോയാൽ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും അവിടെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അത് കപ്പലിൽ ഇങ്ങോട്ട് വരികയാണെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിലുമൊക്കെ കാണുന്ന 1-2 കാഴ്ചകളുണ്ട്. ഒരു പള്ളിയുണ്ട് അവിടെ. യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖം നമ്മളവിടെ പോയി നിന്നാലത് മതസൗഹാർദ്ദത്തിൻ്റെയും ഒരു സംഗമം, ഒരു ത്രിവേണി സംഗമമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഒറ്റയിടത്തിൽ നിന്നുകൊണ്ട് തന്നെ വടക്ക് നമുക്ക് ഒരു മുസ്ലിം പള്ളിയുണ്ട്, ജമാഅത്തുണ്ട്. തെക്ക് ഭാഗത്തൊരു മാതാവിൻ്റെ കുരിശു പള്ളിയുണ്ട്. അപ്പുറത്തെ ഭാഗത്ത് ഒരു ഭഗവതി ക്ഷേത്രവുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു പോയിന്റിൽ നമുക്ക് നിന്നുകൊണ്ട് ശരിക്കും വീക്ഷിക്കാൻ പറ്റും. അതിൻ്റെ 3 കരകളിലായിട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ അതിലെ കുരിശുപള്ളിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒരു പക്ഷേ ലോകത്ത് ഒരിടത്തും കാണാൻ സാധിക്കാത്ത ഒരു മാതാവിൻ്റെ രൂപമാണ് ആ കുരിശുപള്ളിയുടെ മുകളിലുള്ളത്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ സിന്ധുയാത്ര മാതാവെന്നാണ് മാതാവിൻ്റെ പേര്. സിന്ധുയാത്ര മാതാവ്, ദ ലേഡി ഓഫ് ഗുഡ് വോയേജ് എന്നുള്ളതാണ്. ലേഡി ഓഫ് ഗുഡ് വോയേജ്. ഇനി അത് മാത്രമല്ല, ആ പള്ളിയുടെ മുകളിലുള്ള മാതാവിൻ്റെ രൂപം കണ്ടാൽ മാതാവ് ഉണ്ണിയേശുവിനെയും മകനെയും കൊണ്ട് നിൽക്കുന്ന ഒരു മാതാവ് എവിടെയാണ് നിൽക്കുന്നത്? ഒരു കപ്പലിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അവിടെ തോണിയുടെ മേളിലല്ല, കപ്പലിൻ്റെ മുകളിലാണ് മാതാവ് നിൽക്കുന്നത്. വിഴിഞ്ഞം തുറമുഖമൊക്കെ വരുന്നതിന് കുറേ കാലം മുൻപ് ഉണ്ടാക്കിയതാണത്. നമ്മുടെ ഈ ആധുനികമായിട്ടുള്ള ഒരു കപ്പലിൻ്റെ രൂപമാണ് അവിടെ ശരിക്കും ഉള്ളത്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണ് എന്ന് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു അവിടുത്തെ നാട്ടുകാരോട്, അമ്മമാരോടും ഒക്കെ. അപ്പോൾ പണ്ട് ഏത് വർഷമാണെന്നുള്ളത് സ്വാഭാവികമായിട്ടും അറിയില്ല. പറഞ്ഞ കേട്ടുകേൾവിയിലൂടെ കൈമാറിയ ഒരു കഥയാണത്. ഒരു വിശ്വാസമാണത്. കഥ എന്ന് ഞാൻ വിശേഷിപ്പിച്ചുകൂടാ, ഒരു വിശ്വാസമാണത്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ ഈ തുറമുഖത്തിന് അടുത്തേക്ക് ഒരു കപ്പൽ വരികയുണ്ടായി. ഒരു പക്ഷേ പോർച്ചുഗലിൽ നിന്നോ
അല്ലെങ്കിൽ പിന്നെ സ്വീഡനെന്നോ എവിടെ നിന്നാണെന്നൊന്നും അവർക്കറിയില്ല. അതിന് പല പല രൂപാന്തരങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കപ്പൽ നാവികർ കൊണ്ടുവരികയുണ്ടായി മറ്റൊരു വിദേശ രാജ്യത്ത് നിന്ന്. അപ്പോൾ അങ്ങനെ കപ്പൽ നടുക്കടലിൽ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ഒരു ദിശാബോധമില്ലാതെ അവർ കടലിൻ്റെ നടുക്ക് ഉഴലുകയായിരുന്നു എന്നാണ് വിശ്വാസം. അപ്പോൾ ആ സമയത്ത് എവിടെയാണ് തീരം അണയേണ്ടത് എന്നറിയാതെ ആ കപ്പലിലുള്ള നാവികർ എല്ലാവരും വളരെയധികം പരിഭ്രമപ്പെട്ടു. ഇപ്പോൾ നമ്മളെല്ലാവരും ജീവൻ വെടിയേണ്ടി വരും, ഈ കടലിനുള്ളിൽ പെട്ടുകൊണ്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല, കടലളകൾ രൂക്ഷമായിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മാതാവിൻ്റെ രൂപം ആ കപ്പലിൽ നിന്നും അറിയാതെ കടലിലേക്ക് വീണു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ആ മാതാവിൻ്റെ രൂപം എങ്ങോട്ടാണോ പോകുന്നത്, ഒരു ചെറിയ ശിലാരൂപമായിരുന്നു. ആ മാതാവിൻ്റെ രൂപം എങ്ങോട്ടാണോ പോയത് കണ്ണുമടച്ച് അതിൻ്റെ പിന്നാലെ കപ്പലങ്ങ് നയിച്ചുകൊണ്ട് പോകാമെന്ന് അവർ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ആ മാതാവിൻ്റെ പ്രതിമ അല്ലെങ്കിൽ മാതാവിൻ്റെ രൂപം അവരെ കൊണ്ട് എത്തിച്ചത് ഈ വിഴിഞ്ഞം തീരത്തേക്കാണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ആ കപ്പലിലുള്ള ഉണ്ണിയേശുവിനെ കയ്യിലെടുത്തുകൊണ്ടിരിക്കുന്ന മാതാവിൻ്റെ രൂപം അവിടെ ഇപ്പോഴും ഉള്ളത്. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടം മുതൽ തന്നെ ഒരു പക്ഷേ നമുക്ക് സാറും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംഘം ലിറ്ററേച്ചർ മുതൽ നമ്മൾ എടുത്തു നോക്കിയാൽ, ചോളചേര രാജാക്കന്മാരുടെ ചരിത്രം മുതൽ എടുത്തു നോക്കിയാൽ, നമ്മുടെ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാലുമൊക്കെ ഏത് മതത്തിലും ഏത് സംസ്കാരത്തിലും നമ്മൾ എടുത്തു നോക്കിയാലും വിഴിഞ്ഞം തുറമുഖം എന്നുള്ള ഈ ഇടത്തിന് ഒരു വലിയ പ്രസക്തിയുണ്ട്, ഒരു വലിയ നാൾവഴിയുണ്ട്, ഒരു വലിയ സാംസ്കാരിക പ്രസക്തിയുമുണ്ട്. അതിന് ആ ഒരു തിളക്കമാർന്ന നാൾവഴിയുടെ ഒരു വിസ്മയത്തുമ്പത്താണ് നമ്മൾ ശരിക്കും ഇന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിന് ഏറ്റവും അധികം അഴക് ഏറുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഈ ഒരു വികസനത്തിൻ്റെ ഭാഗമാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു എന്നുള്ളതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വരും തലമുറകൾക്ക് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം ഒരു വിശ്വകവാടമാണ് തുറക്കുന്നത് എന്നുള്ളത് മാത്രം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസരത്തിന് നന്ദി, നമസ്കാരം.